ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം ശുപാർശ ചെയ്യുന്ന സർക്കാർ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയേക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഈ തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ അന്തിമ തീരുമാനത്തിൽ CBIയുടെ നിലപാടും നിർണായകമാകും. കേസ് അന്വേഷണം CBIക്ക് കൈമാറുന്നതിനെതിരെ CPM രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കേസിലെ സത്യം പൂർണ്ണമായും പുറത്തുവരണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകൾ ഉണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. UDF സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ആദ്യ കേസ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നിലവിൽ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും PP ദിവ്യ ഏക പ്രതിയായിട്ടുള്ളതുമാണ്. എന്നാൽ കേസ് CBIക്ക് കൈമാറിയാൽ തുടർ നടപടികളും അന്വേഷണത്തിന്റെ ദിശയും കേന്ദ്ര ഏജൻസിയാണ് തീരുമാനിക്കുക. ഇതിനിടെ കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ ടൗൺ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 13 പുതിയ സാക്ഷികളെ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടന്നത്. നവീൻ ബാബുവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു. കൂടാതെ ADMന്റെ ഔദ്യോഗിക വസതിക്ക് സമീപത്തെ CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപവും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും പൊതുസമൂഹവും.